ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള ഒരുക്കത്തിലാണ്. ആ സമയം രാധികാമ്മ ഗോവിന്ദിനെ വിളിക്കുകയാണ് കേട്ടോ. കണ്ണാ, നീ എവിടെയാ? ഞാൻ രഞ്ജുവിൻ്റെ അടുത്താണമ്മേ, അവളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയാണ് കേട്ടോ. എന്താ കാര്യം? ഞാൻ രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് 1 മണിക്കൂറിനകം വരാം എന്ന് പറയുമ്പോൾ രഞ്ജു ഇവിടെ എത്തുന്നതിന് മുൻപേ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. എന്താ പ്രശ്നം എന്ന് പറയൂ, അല്ലെങ്കിൽ ഫോണിലൂടെ പരിഹരിക്കാം എന്ന് പറയാൻ കേട്ടോ. അത് പറ്റില്ല കണ്ണാ, ആ പ്രശ്നം പരിഹരിക്കാൻ നീ ഇവിടെ വന്നേ പറ്റൂ, അത് ഇപ്പോൾ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ രാധികാമ്മ. തുടർന്ന് ഗീതു ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കാറിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. കണ്ണേട്ടനോട് പറഞ്ഞാൽ രഞ്ജുവിനെ ചെമ്പകശ്ശേരിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുമോ? എൻ്റെ ഗുരുവായൂരപ്പ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഗീതു രഞ്ജുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ രഞ്ജുവിനോട് പറയേണ്ട, ഈ ബാഗൊക്കെ എടുത്ത് കാറിലേക്ക് വെക്കട്ടെ, അതൊക്കെ നമുക്ക് പോകുമ്പോൾ എടുക്കാം, ഞാൻ ഇന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രഞ്ജു അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകണം, നീ ഒന്ന് രഞ്ജുവിനെ കൊണ്ട് അറക്കലിൽ വിടുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, അത് കണ്ണേട്ടൻ തന്നെ ചെയ്യുന്നതല്ല അതിൻ്റെ ഒരു മര്യാദ എന്ന് ചോദിക്കുകയാണ് ഗീതു. ഇത് അപേക്ഷയാണോ അതോ ആജ്ഞയാണോ? എന്ത് വേണമെങ്കിലും കരുതാ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വരം വേണം, പുരാണങ്ങളിലൊക്കെ ദൈവങ്ങൾ കൊടുക്കുന്ന പോലെ ഒരു വരം എനിക്ക് AGM തരണം എന്ന് പറയണേ. നിന്റെ കുട്ടിക്കളി ഇതുവരെ മാറിയിട്ടില്ലല്ലേ എന്നും ചോദിച്ച്, ഇതാ വരം തന്നിരിക്കുന്നു, എന്താണ് വത്സയെ, ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ വരം വേണ്ട, ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിച്ചോളാം എന്ന് പറയാൻ കേട്ടോ ഗീതു. തക്ക സമയത്ത് ഞാൻ വരം ചോദിക്കും, അപ്പോൾ വാക്ക് മാറ്റരുത് എന്ന് ഗോവിന്ദിനോട് പറയുമ്പോൾ ഗോവിന്ദ് ചെവിക്ക് പിടിച്ച് കിഴക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ നീ ഉചിതമായ സമയത്ത് വരം ചോദിച്ചോ, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ, ഗീതുവിനെ അവിടെ വിട്ടിട്ട്. തുടർന്ന് ഗോവിന്ദ് കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഗീതുവിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായിരിക്കും അവള് വരായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്തോ വലിയ കാര്യമാണ്. ഇനി പ്രതിജ്ഞ പിൻവലിക്കണം എന്നോ മറ്റോ ആയിരിക്കുമോ? അതൊന്നും ആയിരിക്കില്ല. അതുമല്ലെങ്കിൽ കാനഡയിലേക്ക് ഞാൻ പോകുമ്പോൾ അവളെ കൂടി കൊണ്ടുപോകണം എന്നായിരിക്കുമോ? ചിലപ്പോൾ അതായിരിക്കും. അവളെന്തായാലും തക്ക സമയത്ത് തന്നെ ചോദിച്ചോട്ടെ, ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, സമയമുണ്ടല്ലോ ആലോചിക്കാന്നൊക്കെ പറയാണ് കേട്ടോ. തുടർന്ന് ഗീതുവും രഞ്ജുവിനെയും കൂടി അജാസ് ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാൻ പോകുന്ന വരം കേട്ടിട്ട് കണ്ണേട്ടൻ അത് സമ്മതിക്കും. ചെമ്പകശ്ശേരിയിൽ വിജയലക്ഷ്മി അമ്മയും രഞ്ജുവും ഒരുമിച്ച് കഴിയാൻ വേണ്ടിയിട്ടുള്ള വരമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിന് കണ്ണേട്ടൻ സമ്മതിക്കോ, അതോ അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കിടുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അജാസിന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. സംസാരിച്ച് കഴിയുമ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന കാര്യം. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവിട്ടിട്ട് വേണം ഗോവിന്ദ് സാറിന് കാനഡയിലേക്ക് പോകാനുള്ള വിസ ശരിയാക്കാൻ. നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമ്പോഴേക്കും ഞാൻ നിങ്ങളെ വന്നിട്ട് പിക്ക് ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അജാസ് ചെമ്പശ്ശേരിയിൽ വരെ ഇറക്കുകയാണ്. ആ സമയത്ത് രഞ്ജുവിനെ വിളിക്കുകയാണ്. രഞ്ജു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് രഞ്ജുവിന് മനസ്സിലാവുന്നത് ചെമ്പശ്ശേരിയാണെന്നുള്ള കാര്യം. എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നേ, ആര് പറഞ്ഞിട്ടാ? അജാസേ വണ്ടി എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പിടിച്ചു നിർത്തുമ്പോൾ പറയുന്നുണ്ട്, ഓഹോ, നീയും ആ ജയലക്ഷ്മി എന്ന സ്ത്രീയും കൂടി നടത്തിയ നാടകമാണല്ലേ. നിന്നെ ഞാനൊരു കൂട്ടുകാരിയായിട്ടല്ല, ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് സ്നേഹിച്ച് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് ഞാനും കണ്ടത്. പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുമ്പോൾ ഗീതുവിൻ്റെ കൈ തട്ടി രഞ്ജു പറയുന്നുണ്ട്, അജാസേ വണ്ടി എടുക്ക്, നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ ഒരാൾ രഞ്ജു എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു തിരിഞ്ഞു നോക്കുമ്പോൾ ധ്യാനെ കാണാണ് കേട്ടോ. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അജാസ് ഇത് കാണുമ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ആ ദൗത്യം പൂർത്തിയായി, പെങ്ങളെ ആ കൈ കൊടു, ഈ സന്തോഷം എൻ്റെ പെങ്ങളുടെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് കേട്ടോ. തുടർന്ന് ഗീതു രഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, രഞ്ജു, അമ്മയാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയതെന്ന തെറ്റിദ്ധാരണ നിനക്കുണ്ട്. ഇപ്പോൾ ധ്യാനെ ഇവിടേക്ക് എത്തിച്ചതും നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ മുൻകൈ എടുത്തതും അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ രഞ്ജു ഇങ്ങനെ വിജയലക്ഷ്മിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. മോളെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെയും രഞ്ജുവിനെയും ഒക്കെ കൈ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ധ്യാനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന കാര്യം. അതെ, എനിക്ക് ആ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഞാനാണ് ആൻറ്റിയോട് പറഞ്ഞത്, എൻ്റെ കടങ്ങളൊക്കെ തീർത്ത് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ ഞാൻ ഇവിടെ എത്തും എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വിട്ടു പോയത് എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും നീ എന്നോട് ഒരു അക്ഷരം മിണ്ടാതെ ഇവിടുന്ന് പോയി എന്ന് പറയുമ്പോൾ ധ്യാൻ പറയുന്നുണ്ട്, ആ സമയത്ത് നിന്നെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. നിന്റെ കമ്പനിക്ക് ഇത്രയും വലിയ തകർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട്, ഇനി എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത് എന്ന്. അപ്പോൾ രഞ്ജു പറയാ,
എൻ്റെ തെറ്റുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാ തകർച്ചയിലും എന്നെ പിടിച്ചു നിർത്തിയത് നീ എന്നെ ഏൽപ്പിച്ച ആ സ്വർണം മാത്രമാണ്. ഇത് നീ ഒരിക്കൽ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചപ്പോൾ പണയം വെച്ച സ്വർണം എടുത്തു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പനി തന്നെ മറിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് പറയാണ് കേട്ടോ ധ്യാൻ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ വിജയലക്ഷ്മീനെ നോക്കിയിട്ട് രഞ്ജു കരയാണ് കേട്ടോ. എന്നിട്ട് അമ്മേ സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്